എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡേ 14 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം മുതലുള്ള വീഡിയോസ് കണ്ട് എല്ലാവരും ചെയ്യുക. അപ്പോൾ അമേസിങ് ആയിട്ടുള്ള വളരെ നല്ല റിസൾട്ട്, നിങ്ങളുടെ എനർജി ലെവൽ വളരെയധികം ഉയരും. നമ്മുടെ മാനസികാവസ്ഥ തന്നെ മാറിക്കിട്ടും. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് എന്നുള്ളൊരു ചിന്ത, ആ ഒരു തിരിച്ചറിവ് നമ്മളിലേക്ക് വരാനുള്ള ഏറ്റവും നല്ല പ്രാക്ടീസാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഈ 28 ദിവസത്തെ പ്രാക്ടീസ്. അപ്പോൾ എല്ലാവരും ചെയ്യുക. ഇനി ചെയ്യേണ്ടത് നാളെ എന്താണ് വേണ്ടത് എന്നുള്ളത്, നാളത്തെ ദിവസം എങ്ങനെയാണ് ആയിരിക്കേണ്ടത് എന്നുള്ളത് ഒരു പേപ്പർ എടുത്ത് അതിലേക്ക് എഴുതിയിട്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് അത് ഓരോന്നും വായിച്ച് വിഷ്വലൈസ് ചെയ്ത് കിടന്നുറങ്ങുകയാണ് വേണ്ടത്. നാളത്തെ ദിവസം എങ്ങനെയാകണമെന്ന് നമ്മൾ മുൻകൂട്ടി തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് വിഷ്വലൈസ് ചെയ്ത് അതിനെ അങ്ങനെ ആക്കി മാറ്റാനുള്ള ഒരു എക്സസൈസാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ബ്രെയിനിന് നമ്മൾ ഇമേജിൻ ചെയ്ത കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കി തരാനുള്ള കഴിവുണ്ട്. ആ കഴിവിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് എനർജി ലെവൽ ഹൈ ആയിട്ടിരിക്കണം. അങ്ങനെ എനർജി ലെവൽ ഹൈ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നിരുന്നത്. അത്രയും നല്ല രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായും ഈ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നാളെ എങ്ങനെയാണോ നിങ്ങളാകാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ആകാനായിട്ട് സാധിക്കും. അപ്പോൾ നാളത്തെ ദിവസത്തെ രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് ഓരോന്നായിട്ട് വായിച്ച് വിഷ്വലൈസ് ചെയ്ത് ഫീൽ ചെയ്യുക. അതാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് വശം നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? രാവിലെ എഴുന്നേറ്റ വശം അത് എഴുതിയ കാര്യം എഴുതുക. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം വേണ്ടതെന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോവുകയാണെന്ന് വെറുതെ ഇമേജിൻ ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വായിക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ വായിക്കുക, ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമായിരുന്നല്ലോ, ഞാൻ എഴുതി വെച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടിയല്ലോ, അതിന് ഞാൻ നന്ദി പറയുന്നു, നന്ദി നന്ദി എന്ന് പറയാം. ഇത് വിചാരിക്കേണ്ടത് രാവിലെയാണ്. രാത്രി വായിക്കുന്നത് പോലെ ഇമേജിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ശരിയായി എന്നുള്ള രീതിയിൽ. എന്നിട്ട് പിന്നെ ഇങ്ങനെ വായിക്കാം, ഇന്ന് മീറ്റിംഗ് ഒരു അമേസിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് വളരെ നല്ല അപ്രീസിയേഷനൊക്കെ കിട്ടിയൊരു നല്ല മീറ്റിംഗ് ആയിരുന്നു, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ അതേപോലെ ആ മീറ്റിങ്ങിൽ നടന്നു, എൻ്റെ വാക്കുകൾക്ക് നല്ല വാല്യൂ ഉണ്ടായിരുന്നു, അതെല്ലാം അങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. അതിനെല്ലാം നന്ദി എന്ന് രാവിലെ തന്നെ പറയുക എഴുന്നേറ്റിരുന്നിട്ട്. അപ്പോൾ അതേപോലെ നടക്കുകയാണ് ചെയ്യുക. പിന്നെ എൻ്റെ ഇന്ന് വീട്ടിലെല്ലാവരും നല്ല സന്തോഷത്തിലായതിനും വീട്ടിലെല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നതിനും നന്ദി 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 എന്ന് പറയാം. അത് എപ്പോഴാണ് പറയേണ്ടത്? രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഇതൊരു പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം നിങ്ങളിരുന്ന് വിചാരിക്കുകയാണ്, അന്നത്തെ ദിവസത്തെ രാത്രി ഉറങ്ങുമ്പോൾ ഇത് വായിച്ച് ഇങ്ങനെ നന്ദി പറയുന്നതായിട്ട് നിങ്ങൾ ഇമേജിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ ഇരുന്നിട്ട്. പിന്നെന്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും? ഇന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ ആഗ്രഹിച്ച എല്ലാ സാധനങ്ങളും തന്നെ മേടിക്കാൻ കിട്ടി, ഞാൻ ആഗ്രഹിച്ച അത്ര തന്നെ പൈസ തന്നെ ചിലവായുള്ളൂ, കൂടുതൽ പണമൊന്നും ചിലവാക്കേണ്ടതായിട്ടൊന്നും വന്നില്ല, എന്നിട്ടും എനിക്ക് നല്ല സാധനങ്ങളൊക്കെ കിട്ടി, അതിന് ഞാൻ നന്ദി പറയുന്നു, നന്ദി നന്ദി നന്ദി. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഫീൽ ചെയ്തിട്ട് പറയുകയാണ് വേണ്ടത്. അതാണ് ഇന്നത്തെ എക്സസൈസ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക. റിസൾട്ട് കിട്ടുമ്പോൾ കമൻ്റായിട്ട് എഴുതുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.